ഓക്കെ. ഇത് എൻ്റെ സുഹൃത്ത് സാലിയാണ്. അപ്പോൾ സാലി ഞാൻ വിദേശത്താണ്. അപ്പോൾ സാലി ഇന്ത്യയിലെത്തി കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറച്ച് ഇങ്ങനത്തെ അത്തറുകൾ സ്പ്രേകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ബ്രാൻഡിൻ്റെ പേരെന്താണ് ഇതിൻ്റെ? ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് ദസ്തഗീർ. ഓക്കെ. ഈ ദസ്തഗീർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് ഒരു ബോട്ടിൽ എനിക്ക് തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ വജിക്ക് ഞങ്ങളൊന്ന് അടിച്ചു നോക്കി, ഒന്ന് യൂസ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. പക്ഷേ എന്താണെന്നറിയോ, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് സ്പ്രേകൾ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്പ്രേ വാങ്ങിക്കലുണ്ട്. ഇങ്ങനെ നാട്ടിൽ നിലനിൽക്കുന്ന ചില സ്മെല്ല് അത് അപൂർവമായിട്ടാണ് ഉണ്ടാവൽ. ഈ ദസ്തഗീർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ഇത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്മെല്ല് നിൽക്കുന്ന. ഇത് ഏതെല്ലാം ഫ്ലേവറിലാണുള്ളത്? ഫ്ലേവറിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റയാഹി, നമ്മൾ ഇതിൽ തന്നെ നമ്മൾ സഹറാന്, അതുകൊണ്ട് കൈലാന്, റയാഹിൻ, അമ്രയാൻ, അതായത് ഊതുകളും പിന്നെ അതുപോലെ തന്നെ സാൻഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ചന്ദനത്തിൻ്റെയും പിന്നെ നമ്മളെ ഫ്ലേവർ, ഈ നമ്മളെ ഒറിജിനൽ പിന്നെ ഫ്ലവറിൻ്റെ, അതായത് പൂക്കളുടെ ഇതിൽ നിന്ന് എടുക്കുന്ന ഫ്ലേവേഴ്സാണ്. അത് ഇമ്പോർട്ടൻ്റ് ഫ്ലേവേഴ്സാണ്. ഫ്രം ഫ്രാൻസിൽ നിന്നാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇതിൽ വരുന്ന ഫ്ലേവേഴ്സ് ഒക്കെ വരുന്നത് ഒറിജിനൽ ഫ്ലേവേഴ്സാണ്. അതാണ് എത്തനോള്, ആൽക്കഹോള് ഇങ്ങനത്തെ യാതൊന്നും കൂട്ടാതെ കറക്റ്റ് വരുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾ പിന്നെ എങ്ങനെ അവിടെ ഇതാണോ ഡൈല്യൂട്ടിംഗ് ഒക്കെ? നിങ്ങൾ തന്നെ നടത്തുന്നതാണ്? ഞങ്ങൾ തന്നെ നടത്തുന്നതാണ്. നിങ്ങൾ തന്നെ നടത്തുന്ന ഡൈല്യൂട്ടിംഗ് അത്തറുകളായിട്ടുണ്ട്. ഇത് പത്തറാണോ? അല്ല, ഇത് പിന്നെ ഇത് സീൽഡ് ആണ്. സീൽഡ് അല്ലാത്ത ഞാൻ അതിന്റെ ഫ്ലേവേഴ്സ് ഇങ്ങനെ തേച്ചു തരാം. ഓൺലൈനായിട്ട് നമ്മൾ എന്താണ് ഫ്രാൻസിൽ വരുന്ന കറക്റ്റ് അതിന്റെ ഫ്ലേവേഴ്സ് ആണ് വരുന്നത്. സഹറ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഫ്ലേവേഴ്സ് ആണ്. എന്താ സ്മെല്ല്? ഓക്കെ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒരു പരസ്യമാണ് എന്നുള്ള നിലയ്ക്കാണ് ആളുകൾ ചിന്തിക്കുന്നത്, പരസ്യമല്ലത്. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ആസിഫ് കാപ്പാടാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, കണ്ടില്ലേ? അപ്പോൾ അതുമായിട്ട് വന്നപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ എനിക്ക് തന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ കണ്ട് സംസാരിച്ചപ്പോൾ ഇതുമായിട്ട് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ദിവസം വാ, എനിക്ക് എല്ലാ എൻ്റെ ഐറ്റംസുകളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവൻ്റെ കച്ചവടവും ഞങ്ങളുടെ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നതല്ലേ, അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നെ കമൻറ്റിൽ ഇതിൻ്റെ നമ്പർ കൊടുക്കാം. നമ്മൾ ശരിക്കും ഇത് സാറേ ഇത് നോക്കുകയാണെങ്കിൽ നമ്മളെ സാറേന്ന് വിളിക്കണേ നിങ്ങളോ വിചാരിക്കുന്നത് നമ്മളെ ഗൾഫിലെ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. എല്ലാ നിലക്കും നിങ്ങൾ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നിങ്ങളെ അടുത്ത് തന്നെ വരാൻ കാരണം എന്താ വെച്ചാല്, നിങ്ങൾക്ക് തന്നെ തരാൻ കാരണം വെച്ചാൽ നിങ്ങൾ പെർഫ്യൂമായിട്ട് സൗദിയിലൊക്കെ കളിക്കുന്ന ആൾക്കാർ വരെ നമ്മൾ ഇവിടുന്ന് ആസാം, ഊതു അങ്ങനത്തെ എല്ലാ സാധനവും പോകുന്നത് അവിടേക്കാണ്, ഗൾഫിലേക്കാണ്. ഗൾഫിൽ നിന്ന് സൗദിയിൽ നിന്നൊക്കെയാണ് നമ്മളെ ഈ എല്ലാവരും വരുന്നവരെ ഗൾഫിൽ നിന്നാണ് നമ്മൾ പെർഫ്യൂം കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങിയത് എന്താ വെച്ചാൽ നമ്മൾ ഗൾഫുകാരെ തന്നെ നമുക്ക് ഞെട്ടിച്ചുകൊണ്ട് നമുക്കൊരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ അനുഭവിച്ച എനിക്ക് അറിയാലോ ഇപ്പോൾ ഇതിൻ്റെത്. കാരണം ഞാനിപ്പോൾ ഇത് ഇവിടെ ഇപ്പൊ നാട്ടിലെല്ലാം പരസ്യം അടിച്ചിട്ട് ഇല്ലാത്തത് ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് പരിപാടികൾ ഒരുപാടുണ്ട്. നമുക്ക് ഇപ്പൊ നിങ്ങളൊരു ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ എത്രയാണോ വില അത് തന്നാ മതിയല്ലോ. തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ടാലും എടുത്താൽ മതിയല്ലോ. അല്ലാതെ ആളുകൾ ഇത് കിട്ടും, ഇത് കിട്ടും, കാറ് കിട്ടും, ഇത് കിട്ടും, ഇത് എടുത്തോളി എന്നുള്ള വലിയ വാക്കുകൾ. ഈ സാധനത്തിന്റെ ക്ലാരിറ്റി പെർഫ്യൂം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാല് പിന്നെ നമ്മൾ രണ്ടാമത് തേടി വരുന്നുണ്ട്. അപ്പോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എത്തിപ്പെടാൻ കാരണം. നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്ത ആളാണ്. നിങ്ങൾ പ്രവാസി കൂട്ടായ്മയിലൊക്കെ ഒരുപാട് നമ്മളെ അങ്ങനെ അത് എന്താണെന്നറിയാം. ഒന്നാമത്തത് ഇപ്പോൾ ഈ കാലത്തൊക്കെ ഈ സേവനം, പൊതുസേവനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോമാളിത്തരായിട്ട് ആളുകൾക്ക് തോന്നുക. പക്ഷെ അതൊക്കെ നാളേക്ക് നമുക്കൊരു മുതൽക്കൂട്ടാണ്. കാരണം ഈ ലോകത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം അത് ഫോട്ടോഷൂട്ടിന് വല്ലാതെ രൂപത്തിൽ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാണ് ഫോട്ടോഷൂട്ട്. അത് പിന്നെ അവർക്ക് ദുനിയാവിൽ അങ്ങനെ കുറച്ച് ആളുകളെ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ പഠിച്ചു വെച്ചതാണ്. കാരണം എന്താ പോലും ഇങ്ങനെ മറ്റുള്ളവർ കുറ്റം പറയാം, നരകിച്ചില്ലാണ്ട് അസുഖം വന്ന് മാറാവ്യാധികളൊക്കെ
ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരങ്ങനെ മരിച്ചു വരെയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അത് നമ്മൾ നോക്കണ്ട. പക്ഷേ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞാനൊക്കെ റിയാദിൽ നമുക്ക് ഷിയാബ് കൊട്ടുകാട്, അതുപോലെ സിദ്ദീഖ് ദൂര, റഹീമിന്റെ കേസിലൊക്കെ ഇടപെട്ട സിദ്ദീഖ് ദൂരൊക്കെ എൻ്റെ സുഹൃത്താണ്. അതുപോലെ ഗഫൂർ ബിലാണ്ടി, നിയാസ് പാനൂർ, ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു വലയം തന്നെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അതെന്താണെന്നറിയാം, അതൊക്കെ പറയാൻ കാരണം അത് ചോദിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഇതൊക്കെ ഈ ഒന്നും ചെയ്യാത്ത ആളുകൾ പിന്നെ ഒരു ഏടെങ്കിലും നിന്ന് ഇങ്ങനെ ഇടിച്ചാടി ഫോട്ടോ എടുത്ത് ആരും ഷെയർ ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർ പറയും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത്. എനിക്ക് അതിന് താല്പര്യമില്ല. അതൊക്കെ വിടി, അതൊന്നും നമുക്ക് ബാധിക്കുന്ന പ്രശ്നമല്ല. ഏതായാലും ഇതൊക്കെ ഈ ഒരു സംഗതി താങ്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഈ ദസ്തഗീർ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് ഇത് സൂപ്പറാന്ന് ഞാൻ പറയും. ഇതെന്താണെന്നറിയോ, ഇത് അടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ എന്നോട് നിങ്ങളൊരു വീഡിയോ തരണം മജീദ്ക്കാന്ന്. അത് വീഡിയോ തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും നല്ല അടിപൊളി ഇതാണ്. പിന്നെ നിങ്ങളെ വേറെന്താ ഒരു കല്ല് ഇതിന്റെ ഈ നല്ല പഴയ മോതിരങ്ങളും അതും ഇതൊക്കെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണല്ലോ. ഇത് വന്ന സമയത്ത് ഇവനോട് പറഞ്ഞ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഒന്ന് രണ്ടെണ്ണം ഒരു സാമ്പിൾ വെറൈറ്റി ഒന്ന്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഇതാണ് ആ കീസിലാണ് നമുക്ക് എന്ത് ചെയ്യാം. അത് ഇതിന്റെ കൂടെ ചെയ്യുന്ന ദസ്തഗീർ ബ്രാൻഡായിട്ട് വരുന്നതാണ്. പക്ഷെ ഇതില് ശരിക്ക് കല്ലുകളാണിത്. ഇത് കല്ലുകൾ ആയിട്ട് വരുന്നതാണ്. കല്ലുകൾ ഞാൻ കൊണ്ട് നടക്കലില്ല. ഞാൻ ഓൺലൈൻ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഓൺലൈനുമായിട്ട് നമ്മളെ സർട്ടിഫൈഡോട് കൂടിയിട്ട് കൊടുക്കുന്ന. ഓക്കെ, ഇതില് പിന്നെ ഒരു കാര്യം 87 142 77 411 ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ മറ്റേ നമ്പർ ഒന്ന് പറയും. 8086565856 കമന്റിൽ കൊടുക്കുക നമ്പർ. കാരണം എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് ഒന്നാമത്തത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് നല്ല മോതിരം കൊണ്ട് കെട്ടിക്കാം. ഇതിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഈ മോതിരത്തിൻ്റെത് ചില മോതിരങ്ങൾ ആളുകൾക്ക് അങ്ങനെ കേട്ടോ, ചില വിശ്വാസമാണല്ലോ. ഈ ചില മോതിരങ്ങൾ ചെറിയ ആളുകൾ കിട്ടിയാൽ അവർക്ക് അഭിവൃദ്ധി ഒരുപാട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. അതിപ്പോ ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് കാലം മുൻപേ ഉള്ള ഒരു വിശ്വാസത്തിന് ഇതിനൊക്കെ പറഞ്ഞുകൊണ്ടാണ് എതിർക്കുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഇതാവേണ്ടിയില്ല. പിന്നെ നിങ്ങൾക്ക് ഒറിജിനൽ കല്ലും ഇങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് ആദ്യം എന്നോട് വിശദീകരിച്ചതിന് ശേഷമാണ് ഞാൻ എന്നോട് ഇപ്പൊ കല്ലിന്റെ ചോദിച്ചപ്പോ അവനെടുത്ത് ഞാൻ പറഞ്ഞ കല്ലിനൊന്നും പറയാൻ ഏത് സ്റ്റൈലിൽ നമ്മളെ ഈ മോതിരങ്ങൾ ഒറിജിനല് വെള്ളിയിൽ ഇത് കെട്ടിത്തരുമെന്ന് പറഞ്ഞത് നല്ലതാണ്. അപ്പോൾ താഴെ നമ്പർ കൊടുക്കാം. നിങ്ങൾ ആവശ്യപ്രകാരം നിങ്ങൾ ഓൺലൈനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ 100% ഇത് എന്താണെന്ന് അറിയാം വിശ്വസിക്കാം. കാരണം പരമ്പരാഗതമായിട്ട് അതായത് നാട് മുഴുവനും ഫേക്കാണ്. മജീദ് അത് തീർച്ചയായിട്ടും അതല്ല ഈ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് മറ്റൊരു